കഥ നടക്കുന്നത് 1979 കാലഘട്ടത്തിലാണ്. ഇപ്പോൾ നാസയുടെ സയൻറ്റിസ്റ്റുമാർക്ക് വളരെയധികം വിചിത്രമായിട്ടുള്ള റേഡിയോ സിഗ്നലുകൾ കിട്ടുവാണ്. അവരുടെ ഉപകരണങ്ങൾ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തിൻ്റെ സിഗ്നലായിരുന്നു എന്ന്. അതേസമയം അമേരിക്കയിലെ അലാസ്ക എന്ന സ്ഥലത്തെ ഒരു കാടിനുള്ളിൽ കാണിക്കുകയാണ്. അവിടെ കാൾ എന്ന ആളെയും പിന്നെ അയാളുടെ കൂട്ടുകാരനെയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും അവരുടെ ജോലിയെല്ലാം തീർത്തു കഴിഞ്ഞ ശേഷം തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. കാളിൻ്റെ കൂട്ടുകാരനാണ് മുന്നേ പോകുന്നത്. കാളാണി അവൻ്റെ വാഹനം എടുത്തുകൊണ്ട് തൊട്ട് പുറകെയുമുണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാടിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ കാൾ കേൾക്കുന്നത്. അവൻ ഇന്നേ വരെ കേൾക്കാത്ത വളരെ വിചിത്രമായിട്ടുള്ള ശബ്ദം. അവനാണെങ്കിൽ ഇത് എവിടെ നിന്ന് ഈ ശബ്ദമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ട് മുന്നേ പൊയ്ക്കൊണ്ടിരുന്ന അവൻ്റെ കൂട്ടുകാരൻ്റെ കാർ അങ്ങ് മേലോട്ടേക്ക് പൊങ്ങുന്നത്. കാളാണെങ്കിൽ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ കൂട്ടുകാരൻ്റെ കാർ വന്ന് താഴേക്ക് പതിക്കുന്നത്. കാൾ വേഗം തന്നെ അവൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ കൂട്ടുകാരൻ എങ്ങനെയുണ്ടെന്ന് പോയി നോക്കുവാണ്. കൂട്ടുകാരനാണെങ്കിൽ ചെറുതായിട്ടൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. കാളാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ പുറത്തെടുക്കാൻ നോക്കുന്ന സമയത്താണ് കാൾ ആ കാഴ്ച കാണുന്നത്. അതായത് മരങ്ങൾക്ക് മുകളിലായിട്ട് എന്തോ ഒരു സാധനം അങ്ങ് കടന്ന് കറങ്ങുന്നു. കാളാണെങ്കിൽ ശരിക്കും പേടിച്ചു പോയി. കാരണം കാടിന് നടുവിൽ ഇങ്ങനൊരു കാഴ്ച കാണുമ്പോൾ ആരായാലും ഒന്ന് പേടിച്ചു പോകും. കാളാണെങ്കിൽ പേടിച്ചിട്ട് കാടിനുള്ളിലേക്ക് അങ്ങ് ഓടുവാണ്. ഇതേ സമയം ആ സിഗ്നലുകൾ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ടിരുന്ന സയൻറ്റിസ്റ്റുമാരുടെ മുഴുവൻ മെഷീനുകളും തകർന്നു പോവുകയാണ്. കാരണം അതിനെ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ആ ഒരു സിഗ്നലുകൾ. ഇതേ സമയം കാടിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാൾ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കാളാണെങ്കിൽ കുറച്ചു ദൂരം എത്തിയപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്ന്. പക്ഷേ ഇതേ സമയത്തായിരുന്നു കാൾ മറ്റൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ആ കറങ്ങുന്ന ഡിസ്ക് പോലത്തെ സാധനം വന്ന് അവൻ്റെ തൊട്ട് മുകളിലായിട്ട് വന്ന് നിൽക്കുകയാണ്. കാളാണെങ്കിൽ ഇതിനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്നും ഒരു നീല വെളിച്ചം താഴേക്ക് വരുവാണ്. ഇത് കണ്ടപ്പോൾ കാളാകെ പേടിച്ചുപോയി. അവൻ്റെ ശരീരത്തിന് ഭാരമില്ലാതാവുന്നത് പോലെ അവന് തോന്നി. ആ ഒരു നീല വെളിച്ചത്തിനിടയിലൂടെ അവനാണെങ്കിൽ അങ്ങനെ മുകളിലേക്ക് ഉയരുവാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീന് കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഇസഹാക്കിനെയാണ്. അന്നത്തെ സംഭവത്തിന് ശേഷം 30 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇസഹാക്കാണെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന ആ കമ്പനിയിലേക്ക് പോവുകയാണ്. നാസയുടെ കീഴിലുള്ള ഒരു സ്പേസ് കമ്പനിയിലാണ് ഇസഹാക്ക് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഇസഹാക്ക് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന മാറ്റ്സും സ്റ്റെഫീനയും അവിടെയുണ്ട്. ഓഫീസിൽ എത്തിയ ഇസഹാക്കാണെങ്കിൽ നേരെ അവൻ്റെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുവാണ്. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിലേക്ക് എന്തൊക്കെയോ സിഗ്നൽ വന്ന് കിടക്കുന്നതായിട്ട് മാറ്റ്സ് കാണുന്നത്. മാറ്റ്സ് ഉടനെ തന്നെ ഇത് ഇസഹാക്കിനോട് പറയുന്നുണ്ട്. ഇസഹാക്കാണെങ്കിൽ ആ സിഗ്നലുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇസഹാക്കിന് മനസ്സിലായി ആ സിഗ്നലുകൾ വന്നിരിക്കുന്നത് കാനഡയിൽ നിന്നുമാണെന്ന്. എന്നാൽ അവന് മനസ്സിലാവാത്ത ഒരു കാര്യം ഈ സിഗ്നൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. അങ്ങനെ ഇസഹാക്ക് കുറച്ചു നേരം അതിങ്ങനെ നോക്കിയതിന് ശേഷം അത് നേരെ അവരുടെ സാറ്റലൈറ്റിലേക്ക് അയക്കുകയാണ്, ഭൂമിക്ക് പുറത്തായിട്ടുള്ള അവരുടെ ആ മിഷനിലേക്ക്. പിന്നീട് ഇസഹാക്ക് അവൻ്റെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം അവൻ നേരെ അവൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ രാത്രിയായി. അവനാണെങ്കിൽ അവൻ്റെ കമ്പ്യൂട്ടർ അവൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമ്പ്യൂട്ടറിലേക്ക് എന്തൊക്കെയോ പ്രത്യേക തരത്തിലുള്ള സിഗ്നലുകൾ വരുന്നതായിട്ട് ഇസഹാക്കിന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഇസഹാക്ക് പോയി നോക്കുന്ന സമയത്ത് ആ ഒരു സിഗ്നലുകളൊന്നും അവനൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഒരുപാട് നമ്പറുകളും കോഡുകളും ചേർന്നതായിരുന്നു ആ ഒരു സിഗ്നലുകൾ. അവൻ ഇത് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവൻ ഈ സിഗ്നലുകൾ ഭൂമിയിൽ എവിടെ നിന്നാ ഈ ഒരു സിഗ്നലുകൾ വരുന്നതെന്ന് അവൻ നോക്കുന്ന സമയത്താണ് അങ്ങനെ സ്ഥലമേ കാണിക്കുന്നില്ല. അപ്പോൾ ഇസഹാക്കിന് ഒരു കാര്യം മനസ്സിലായി, ഭൂമിയിൽ നിന്നുള്ള സിഗ്നലുകളല്ല ഇതിന് പിന്നിൽ മറ്റെന്തോ ആണെന്ന്. നമ്മുടെ കഥാനായകനായിട്ടുള്ള ഇസഹാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനിപ്പോൾ ഡിപ്രഷന്റെ ഫസ്റ്റ് സ്റ്റേജിലാണ്. വീട്ടുകാരുമായിട്ട് വിട്ടു നിൽക്കുകയാണ്. അവരോട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. കൂട്ടുകാരെന്ന് പറയാൻ പോലും അങ്ങനെ ആരുമില്ല. അങ്ങനെ ഇപ്പോൾ ഇസഹാക്ക് ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് അവരോട് അവൻ്റെ കാര്യങ്ങളെല്ലാം പറയുവാണ്. അങ്ങനെ ഡോക്ടർ ഇപ്പോൾ അവനോടൊരു കാര്യം പറയാണ്, ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു തരാം, നീ അതുപോലെ തന്നെ ചെയ്യണമെന്ന്. നീ എല്ലാ ദിവസവും ഒരു ക്യാമറ എടുത്തിട്ട് അതിൽ നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യണം. ഇസഹാക്ക് ഇപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഇസഹാക്ക് എല്ലാ ദിവസവും ഒരു ക്യാമറ എടുത്തിട്ട് അവൻ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതായത് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ഫുഡ് കഴിച്ചു എന്നൊക്കെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇസഹാക്ക് ഒരു മലയുടെ മുകളിലേക്ക് പോവുകയാണ്. കൂടെയാണെങ്കിൽ അവൻ്റെ ക്യാമറ കൈ കരുതുന്നുണ്ട് കേട്ടോ. ഇസഹാക്കാണെങ്കിൽ മലമുകളിൽ എത്തിയ സമയത്ത് അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ ഇസഹാക്ക് മലയുടെ ഒരു ഭാഗത്ത് പോയിട്ട് അവൻ്റെ ക്യാമറ എടുത്തിട്ട് പതിവ് പോലെ തന്നെ അവൻ റെക്കോർഡ് ചെയ്യുവാണ്. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ എന്നെ ഫുഡ് കഴിച്ചു എന്നൊക്കെ. ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ പ്രത്യേക തരത്തിലുള്ള ശബ്ദം ആകാശത്തു നിന്നും കേൾക്കുന്നത്. അവനത് എന്താണെന്ന് നോക്കുന്ന സമയത്ത് ആകാശത്തു നിന്നും വലിയൊരു തീകോളം വന്ന് താഴേക്ക് പതിക്കുവാണ്. ഇത് ഇസഹാക്ക് മാത്രമായിരുന്നില്ല കണ്ടിരുന്നത്, അവിടുത്തെ നാട്ടുകാരും ഇത് കണ്ടായിരുന്നു.
മാത്രമല്ല നാസയുടെ സയന്റിസ്റ്റുകളും ഇതിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇസഹാക്കിന് ഭയങ്കര ഒരു ആഗ്രഹം, അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. അവനാണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നിന്നിരുന്നത്. അവൻ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ പോലീസ് വാഹനത്തിന്റെ സൈറൺ കേൾക്കുന്നത്. അവൻ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറ്റിച്ചെടികൾക്ക് പുറകിൽ പോയി ഒളിക്കുവാണ്. കാരണം അവനെ പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് മോട്ടിച്ചു വിടുമെന്ന് അവന് നന്നായിട്ട് തന്നെ അറിയാം. പോലീസുകാർ കുറച്ചു നേരം അവിടെയൊക്കെ നോക്കിയതിനു ശേഷം അവരവിടെ നിന്ന് പോയി. ഇതേ സമയം ഇസഹാക്ക് ചെടികൾക്കിടയിൽ നിന്നും എഴുന്നേറ്റ് പതിയെ ആ തീഗോളം വന്ന് വീണ ആ ഒരു സ്ഥലത്തേക്ക് ഇസഹാക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇസഹാക്ക് വല്ലാത്തൊരു ശബ്ദം കേൾക്കുവാൻ അവൻ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് മരങ്ങൾക്ക് മുകളിലിട്ട് എന്തോ ഡിസ്ക് പോലത്തെ സാധനം കടന്ന് കറങ്ങുവാണ്. അത് നല്ലതുപോലെ കാണാൻ വേണ്ടി അവൻ പതിയെ മുന്നോട്ടേക്ക് നടക്കുവാണ്. അതോടൊപ്പം തന്നെ അവനത് ക്യാമറയിൽ പകർത്തുന്നുമുണ്ട്. അങ്ങനെ അവനത് ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസഹാക്കിന് തന്റെ പുറകിലായിട്ട് ആരോ ഉള്ളതായിട്ട് അവന് തോന്നുവാണ്. പതിയെ അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരാളെ കാണുന്നത്. കണ്ടാൽ തന്നെ അറിയാം അതൊരു മനുഷ്യനല്ലെന്ന്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇസഹാക്കിന്റെ ക്യാമറ റെക്കോർഡിങ്ങിൽ തന്നെയാണ് കേട്ടോ. ഇതേ സമയം ആ ഒരു ജീവി അവിടെ നിന്നും പോവുകയാണ്. ഇത് കണ്ട ഇസഹാക്ക് ആണെങ്കിൽ പേടിച്ച് അവിടെ നിന്നും കാട്ടിലേക്ക് ഓടുവാണ്. അപ്പോഴും അവന്റെ ക്യാമറ റെക്കോർഡിങ്ങിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്റെ ശരീരത്തിന് ഭാരം കുറയുന്നത് പോലെ തോന്നുന്നത്. നോക്കുന്ന സമയത്ത് നേരത്തെ കണ്ട ആ ഒരു വെളിച്ചം വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഇസഹാക്കിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വാർത്ത വലിയ ചർച്ചയാവുകയാണ് ഇവിടെ നടന്ന കാര്യം. അതായത് ആകാശത്തു നിന്നും എന്തോ ഒരു വസ്തു വന്ന് ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നത് എല്ലാവരും കണ്ടതാണ്. പക്ഷേ അത് വന്ന് പതിച്ചതിന്റെ യാതൊരു ലക്ഷണവും അവിടെ കാണുന്നില്ല. മാത്രമല്ല അവിടെ എന്താണ് വന്ന് പതിച്ചതെന്ന് പോലും ആർക്കും അറിയത്തില്ല. അങ്ങനെ ഇപ്പോൾ രാത്രിയായി. മലയുടെ മുകളിൽ നിന്നും ഇസഹാക്ക് ഇപ്പോൾ എഴുന്നേക്കുവാണ്. അവനെന്നെങ്കിൽ വ്യക്തമായിട്ട് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. നടന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവനവന്റെ ക്യാമറ ചെക്ക് ചെയ്യുവാണ്. അവൻ കണ്ട കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് അറിയാൻ വേണ്ടി അവൻ കണ്ടതെല്ലാം സത്യം തന്നെയായിരുന്നു. മാത്രമല്ല ആ ഒരു ജീവിയുടെ രൂപം വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇസഹാക്ക് ആണെങ്കിൽ നേരെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അവന്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ ഇസഹാക്കിന് അവന്റെ കൈക്ക് വല്ലാത്തൊരു വേദന അനുഭവപ്പെടുകയാണ്. പക്ഷേ ഇസഹാക്ക് നോക്കുന്ന സമയത്ത് അവന്റെ കൈക്ക് യാതൊരു മുറിവോ ചതവോ വേദനയിൽ പരിക്ക് പറ്റിയതിന്റെ അടയാളമോ യാതൊന്നുമില്ലായിരുന്നു. ഇപ്പൊ അവന്റെ ശരീരത്തിന് നല്ല രീതിയിൽ തന്നെ ക്ഷീണം അനുഭവപ്പെടുകയാണ്. അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട് കേട്ടോ. അത് നമുക്ക് മുന്നോട്ട് പോകും തോറും മനസ്സിലാക്കാം. ഇപ്പൊ ഇസഹാക്ക് അവന്റെ കട്ടിൽ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ടിവിയിലേക്ക് നോക്കുകയാണ്. അങ്ങനെ അവൻ നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ടിവി അപ്രത്യക്ഷമായി പോവുകയാണ്. അവൻ വിചാരിച്ചത് അത് തന്റെ അസുഖം കൊണ്ട് തനിക്ക് തോന്നുന്നതാവാം എന്നാണ്. ഇസഹാക്ക് പതിയെ അവന്റെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് നേരെ ആ ഒരു ടിവി ഉണ്ടായിരുന്ന ഭാഗത്ത് പോയി തൊട്ട് നോക്കിയാണ്. അവനിപ്പോൾ ശരിക്കും അത്ഭുതമായി. കാരണം വെള്ളത്തിൽ കൈവച്ച എങ്ങനെയാണോ അനുഭവപ്പെടുന്നത് അതുപോലെയായിരുന്നു ഇസഹാക്കിന് അവിടെ കൈവച്ചപ്പോൾ അനുഭവപ്പെട്ടത്. പിന്നീട് ഇസഹാക്ക് അവന്റെ കട്ടിലിലേക്ക് വന്നിരുന്നതിന് ശേഷം അവന്റെ കണ്ണുകളൊന്ന് തിരുമിയതിനു ശേഷം അവനൊന്നും കൂടെ ആ ഒരു ടി വിയുടെ സ്ഥലത്തേക്ക് നോക്കുവാണ്. അപ്പോൾ ടി വി അതിരുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. ഇപ്പൊ ഇസഹാക്കിന് മനസ്സിലായി ഇതെല്ലാം തന്റെ തോന്നലുകളാണെന്ന്, തന്റെ അസുഖം കാരണമുള്ള തോന്നലുകൾ. ഇസഹാക്ക് ഇപ്പോൾ അവന്റെ ക്യാമറയിലേക്ക് തന്നെ നോക്കുകയാണ്. പെട്ടെന്നായിരുന്നു ആ ഒരു ക്യാമറ അവിടെ നിന്നും അപ്രത്യക്ഷമായി പോയി. പിന്നീട് അവൻ ചിന്തിക്കുന്നതനുസരിച്ച് ആ ഒരു ക്യാമറ വിസിബിൾ ആവുകയാണ്. ഇപ്പോൾ ഇസഹാക്കിന് ശരിക്കും അത്ഭുതമായി. അങ്ങനെ അന്നേ ദിവസം ഇസഹാക്ക് അവിടെ കിടന്ന് ഉറങ്ങിപ്പോവാണ്. പിറ്റേ ദിവസം ഇസഹാക്ക് അന്ന് ഡോക്ടറെ പോയി കാണുവാണ്. കാരണം അവന്റെ കൈക്ക് എന്തെന്നില്ലാത്ത വല്ലാത്തൊരു വേദന അനുഭവപ്പെടുവാണ്. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ എക്സ്റേ ഒക്കെ എടുത്തിട്ട് നോക്കുവാണ്. അങ്ങനെ നോക്കുന്ന സമയത്താണ് നിന്റെ കൈക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിന്റെ കയ്യിലെ എല്ലുകൾ ചെറുതായിട്ടൊന്ന് കട്ടായിട്ടുണ്ട്. പക്ഷേ ഡോക്ടറെ അതിശയിപ്പിച്ചത് അതൊന്നുമല്ല. സാധാരണ എല്ലുകൾ പൊട്ടുക ഒരു ഷേപ്പില്ലാതെയാണ്, പക്ഷേ നിന്റെ എല്ലുകൾ പൊട്ടിയിരിക്കുന്നത് കറക്റ്റ് ഒരു ഷേപ്പിനായിരുന്നു. മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ മാംസത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഇതും കൂടെ കേട്ടപ്പോൾ ഇസഹാക്കിനൊന്നും മനസ്സിലാവുന്നില്ല തനിക്ക് എന്താ സംഭവിച്ചതെന്നും. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ കുറച്ച് മരുന്നുകൾ കുറിച്ചു കൊടുക്കുകയാണ്. ഇസഹാക്ക് ആണെങ്കിൽ അത് മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അവൻ നേരെ അവന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ ആണെങ്കിൽ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മാത്സ് ഉണ്ടായിരുന്നു. മാത്സിനെ കണ്ടപാടെ ഇസഹാക്ക് ആണെങ്കിൽ അവനെ കൂട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഇസഹാക്ക് ആണെങ്കിൽ ഒരു ടേബിളിന് മേൽ ഗ്ലാസ് വെച്ചതിന് ശേഷം അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുവാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലാസ് അവിടെ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി. ഇപ്പോൾ ഇസഹാക്ക് മാത്സിനോട് പറയാണ്, കണ്ടോ ആ ഒരു ഗ്ലാസ് അപ്രത്യക്ഷമായി പോയത്. ഇതേ സമയം മാത്സ് പറയാണ്, അല്ല ഇസഹാക്ക് നീ എന്തൊക്കെ പറയുന്നത്, ആ ഗ്ലാസ് എങ്ങും പോയിട്ടില്ലല്ലോ, അത് അവിടെ തന്നെ ഉണ്ടല്ലോ. ഇതും പറഞ്ഞിട്ട് മാത്സ് ആണ് ഇപ്പോൾ ആ ഒരു ഗ്ലാസ് എടുക്കുവാണ്. ഇത് കണ്ടപ്പോൾ ഇസഹാക്കിന് കാര്യം മനസ്സിലായി, തനിക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന്. ഇപ്പോൾ മാത്സ് ഒരു കാര്യം ഇസഹാക്കിനോട് ചോദിക്കുവാണ്, അല്ല കഴിഞ്ഞ 3 ദിവസം നീ എവിടെയായിരുന്നു, നിന്നെ ബോസ് തിരക്കിയായിരുന്നു. ഇത് കേട്ടപ്പോൾ ഇസഹാക്ക് ആകെ ഞെട്ടിപ്പോയി. 3 ദിവസമോ? ഞാൻ ഇന്നലെയല്ലേ ട്രക്കിങ്ങിന് പോയത് ആ മലയുടെ മുകളിലേക്ക്.
ഇന്നിപ്പോൾ ഞാൻ തിരികെ ഓഫീസിലും എത്തിയല്ലോ, പിന്നെ എങ്ങനെ 3 ദിവസമാകുന്നേ എന്നിങ്ങനെ ഇസഹാക്ക് പറയുന്ന സമയത്താണ് മാത്സ് പറയുന്നത്, അല്ല നീ പോയിട്ട് 3 ദിവസമായിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. ഇത് കേട്ടപ്പോൾ ഇസഹാക്കിന് ഏകദേശം കാര്യം മനസ്സിലായി, 3 ദിവസം താൻ എവിടെയായിരുന്നു എന്ന്. ഇതും പറഞ്ഞുകൊണ്ട് ഇസഹാക്കാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ക്യാമറ എടുത്തിട്ട് അതിലുണ്ടായിരുന്ന ആ ഒരു വീഡിയോ എടുത്ത് ഇപ്പോൾ മാത്സിനെ കാണിക്കുവാണ്. മാത്സ് ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ ഇസഹാക്കിനോട് ചോദിക്കുവാണ്, ഈ വീഡിയോ സത്യമാണോ അതോ നീ ഉണ്ടാക്കിയതാണോ? മാത്സ് ആണെങ്കിൽ ഇപ്പോൾ ഇസഹാക്കിനോട് ചോദിക്കുവാണ്. മാത്സ് ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് തീരെ വിശ്വാസം വരുന്നില്ല. കാരണം ഒരു ഏലിയൻ അല്ലെങ്കിൽ ഒരു അന്യഗ്രഹ ജീവി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അതിനെയാണിപ്പോൾ ഇസഹാക്ക് മാത്സിന് കാണിച്ചു കൊടുത്തത്. ഇവരിതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്റ്റെഫാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വന്ന പാടെ അവൾ പറയുന്നുണ്ട്, അന്ന് നടന്ന ആ ഒരു കാര്യത്തെ പറ്റിയാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച. അവൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസഹാക്ക് അവൻ്റെ വർക്കുകളെല്ലാം തീർത്ത ശേഷം അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് വന്ന പാടെ ഇസഹാക്കാണെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുവാണ്. വെറുതെ ചുമ്മാ ഒരു കൗതുകത്തിന് പുറത്ത്. വളരെ പെട്ടെന്നായിരുന്നു അവനിട്ട ആ ഒരു വീഡിയോ കയറി വൈറലാവുന്നത്. ലക്ഷങ്ങളുടെ വ്യൂസ് ആയിരുന്നു ആ ഒരു വീഡിയോക്ക് ലഭിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇസഹാക്കിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. അതൊരു വാർത്താ ചാനലിൽ നിന്നുമായിരുന്നു. കോൾ എടുത്ത പാടെ അവർ ഇസഹാക്കിനോട് ഒരു കാര്യം ചോദിക്കുവാണ്, ഹലോ ഇത് ഇസഹാക്ക് സൈപ്രസ് അല്ലേ? അന്നേരം ഇസഹാക്ക് പറയാണ്, അതെ. ഇതേ സമയം ആ ഒരു ലേഡി പറയാണ്, ഇന്നലെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ഇല്ലേ, ആ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. സത്യത്തിൽ ആ ഒരു വീഡിയോ കാണുന്ന കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണോ? അപ്പോൾ ഇസഹാക്ക് മറുപടി പറയാണ്, അതേ എന്ന്. ഇത് കേട്ടപ്പോൾ ആ ഒരു ലേഡി ഇസഹാക്കിനെ അവരുടെ ചാനലിലേക്ക് ഇന്റർവ്യൂവിന് ക്ഷണിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഇസഹാക്ക് വരാമെന്ന് സമ്മതിക്കുകയാണ്. എന്നിട്ട് ഇസഹാക്ക് നേരെ ചെന്നിട്ട് അവൻ്റെ കമ്പ്യൂട്ടറിൽ പോയിട്ട് ആ ഒരു വീഡിയോ നോക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ ഇന്നലെ മാത്രം 10 ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ഇസഹാക്കിനാണെങ്കിൽ ഒരുപാട് ഫോൺ കോളുകളും മെസ്സേജുകളും വരുവാണ്. എല്ലാവരും ആ ഒരു വീഡിയോ പറ്റിയാണ് ഇപ്പോൾ ഇസഹാക്കിനോട് തിരക്കുന്നത്. ചിലരാണെങ്കിൽ അവനെ അപമാനിക്കുന്നവരെയുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വിടുന്നത്, പോയി ചത്തൂടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും ഇസഹാക്ക് ഇപ്പോൾ രാവിലെ വിളിച്ച ആ ഒരു ലേഡിയുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന ശേഷം ഇസഹാക്കിനെ ഇപ്പോൾ ആ ഒരു ലേഡി ഇന്റർവ്യൂ ചെയ്യുവാണ്. ആദ്യം തന്നെ ആ ഒരു ലേഡി ആണെങ്കിൽ ഇസഹാക്കിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. അതിനുശേഷം ഇസഹാക്ക് ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ ഇപ്പോൾ എല്ലാവരെയും കാണിക്കുവാണ്. അതിനുശേഷം ആ ഒരു ലേഡി ഉണ്ടല്ലോ ഇപ്പോൾ ഇസഹാക്കിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാണ്. അതിനെല്ലാം ഇസഹാക്ക് മറുപടി കൊടുക്കുന്നുമുണ്ട്. പിന്നീട് ആ ഒരു ലേഡി ആണെങ്കിൽ ഇപ്പോൾ ഇസഹാക്കിനോട് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇസഹാക്ക് ഓരോന്നോരോന്നായിട്ട് മറുപടി പറയുകയാണ്. അന്ന് ഞാനാണെങ്കിൽ മലയുടെ മുകളിൽ ട്രക്കിങ്ങിന് പോയിരുന്നായിരുന്നു. പെട്ടെന്നായിരുന്നു ആകാശത്തു നിന്നും എന്തോ ഒരു തീകോളം പോലത്തെ വസ്തു വന്ന് താഴേക്ക് വന്ന് പതിച്ചത്. അപ്പോൾ ഞാനത് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ക്യാമറ റെക്കോർഡിങ്ങിലുമായിരുന്നു എന്നൊക്കെ ഇസഹാക്ക് ഇപ്പോൾ മറുപടി പറയുകയാണ്. ഇതെല്ലാം കേട്ടതിന് ശേഷം ആ ഒരു ലേഡി പറയുകയാണ്, ഞാൻ പറയുന്നു നിങ്ങളിപ്പോൾ കള്ളം പറയുവാണെന്ന്. കാരണം നിങ്ങളൊരു കമ്പ്യൂട്ടർ എക്സ്പെർട്ട് അല്ലേ, ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു വീഡിയോ ആണെന്ന് ഞാൻ പറയുന്നു. ഈ ഒരു ലേഡിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഹാക്കിനെ ഒരു കള്ളനായിട്ട് ചിത്രീകരിക്കാനാണ് അവർക്കും ആ ചാനലിനും താല്പര്യം. ഇതൊക്കെ കേട്ടപ്പോൾ ഇസഹാക്കിനൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അവൻ്റെ കയ്യിൽ ഈ ഒരു വീഡിയോ ഇല്ലാതെ വേറെ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. ആ റേഡിയോ ആണെങ്കിൽ ഇങ്ങനെ വായി തോന്നുന്ന ഓരോന്നിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ വീണ്ടും കുറേ ചോദ്യങ്ങളാണെങ്കിൽ ഇസഹാക്കിനോട് ഇങ്ങനെ ചോദിക്കുവാണ്. ഇസഹാക്കാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് ആ ഒരു വീഡിയോ സത്യമാണെന്ന്. അങ്ങനെ അവസാനം ആ ഒരു ലേഡി ആണെങ്കിൽ ഇപ്പോൾ പ്രേക്ഷകരോട് പറയുവാണ്, ഇവൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലയോ, നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ വെബ്സൈറ്റ് രേഖപ്പെടുത്തൂ എന്നും പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഷോ ക്ലോസ് ചെയ്തിട്ട് അവരുടെ വഴിക്ക് പോയി. ഇസഹാക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു ഫ്ലോറിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കാരണം അവന് മനസ്സിലായി അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല എന്ന്. അങ്ങനെ അവൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ പോകുന്ന സമയത്ത് ഒരുപാട് പേർ വന്നവനെ കളിയാക്കുന്നുണ്ട്. നുണയൻ, ഉടായ്പ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കൂടാതെ വേറെ കുറച്ച് പേരാണെങ്കിൽ ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ പുറകെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇസഹാക്കിനാണെങ്കിൽ ഇതൊക്കെ വല്ലാത്ത ശല്യമായിട്ട് തോന്നി. അങ്ങനെ ഇപ്പോൾ അവനാണെങ്കിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. അവൻ TV വെച്ച് നോക്കുന്ന സമയത്ത് അവനെപ്പറ്റി തന്നെയായിരുന്നു എല്ലാ ചാനലിലും. പലരും തോന്നിയതുപോലെ തന്നെയായിരുന്നു അവനെ പറ്റി പറഞ്ഞു നടന്നിരുന്നത്. അങ്ങനെ ചില BFX ആർട്ടിസ്റ്റുകൾ വന്നിട്ട് പറയുന്നുണ്ട് ഇവൻ ചെയ്തിരിക്കുന്നതെല്ലാം പെർഫെക്റ്റ് ആണെന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ ഇസഹാക്കാകെ വിഷമിച്ചു. അങ്ങനെ ഇപ്പോൾ ഇസഹാക്കാണെങ്കിൽ നെറ്റി ഒരുപാട് വട്ടം സെർച്ച് ചെയ്യുവാണ്, തനിക്കുണ്ടായതുപോലത്തെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അഡ്രസ്സ് കിട്ടുവാണ്. അവളുടെ പേരായിരുന്നു സാറ. അങ്ങനെ ഇപ്പോൾ ഇസഹാക്കാണെങ്കിൽ അവൾക്കൊരു മെസ്സേജ് അയക്കുകയാണ്, പിറ്റേ ദിവസം ഒരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിറ്റേ ദിവസം രണ്ടുപേരും തമ്മിൽ
കണ്ടുമുട്ടുവാണ്. രണ്ടുപേർക്കും ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ ഇപ്പോൾ ഇസാക്കാണെങ്കിൽ സാറയോട് ചോദിക്കുവാണ്, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ? സാറ അപ്പോൾ ഇല്ല എന്ന് മറുപടി പറയുവാണ്. ഇത് കേട്ടപ്പോൾ ഇസാക്ക് പറയാണ്, നിന്റെ കൈക്ക് ഇപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ എൻ്റെ കൈക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതും പറഞ്ഞിട്ട് ഇസാക്ക് ഇപ്പോൾ അവൻ ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോ എടുത്ത് ഇപ്പോൾ സാറയെ കാണിക്കുവാണ്. സാറയാണെങ്കിൽ ഇതിങ്ങനെ അത്ഭുതത്തോടെ നോക്കുവാണ്. സാറയ്ക്കാണെങ്കിൽ ഇതിനെപ്പറ്റി പല കാര്യങ്ങളും അറിയാമായിരുന്നു, എന്നാൽ അവൾ അതൊന്നും പറയാൻ നിന്നില്ല. ഇപ്പോൾ ഇസാക്ക് പറയുവാണ്, ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ അവയുണ്ടെന്നുള്ള കാര്യം പണ്ടത്തെ മനുഷ്യർക്ക് അറിയാമായിരുന്നു. മാത്രമല്ല നൂറ്റാണ്ടുകൾക്ക് മുന്നേ അവർ നമ്മുടെ ഭൂമിയിൽ വന്നു പോയതിൻ്റെ അടയാളങ്ങളും ഉണ്ട്. ഇതും പറഞ്ഞിട്ട് ഇസഹാക്ക് ഇപ്പോൾ സാറെ ഒരു ചിത്രം കാണിച്ചു കൊടുക്കുവാണ്. അതിലൊരു പ്രത്യേക ഭാഗം കാണിച്ചു കൊടുത്തിട്ട് പറയുവാണ്, ഈ ചിത്രം കണ്ടിട്ട് നിനക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലേ? മാത്രമല്ല 10-600 വർഷം പഴക്കമുള്ള മറ്റൊരു ചിത്രം കൂടെ കാണിച്ചു കൊടുത്തിട്ട് ഇസഹാക്ക് പറയുവാണ്, നീ ഇത് ശ്രദ്ധിച്ചോ? ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വരുന്ന വെളിച്ചം. അന്ന് എനിക്ക് സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു. എങ്ങനെയായിരിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനൊരു ചിത്രം വരച്ചെടുക്കാൻ പറ്റിയത്? മാത്രമല്ല 1899 നിക്കോള ടെസ്ല അദ്ദേഹത്തിന്റെ വീടിനടുത്തായിട്ട് വലിയൊരു ടവർ ഉണ്ടാക്കിയിരുന്നില്ലേ? അന്ന് അദ്ദേഹത്തിനും എന്തോ ഒരു വിചിത്രമായിട്ടുള്ള സിഗ്നലുകൾ ലഭിച്ചിരുന്നില്ലേ? പിന്നെ 1927 നോർവേജിലെ ഒരു സയന്റിസ്റ്റിനും എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള സിഗ്നലുകൾ ലഭിച്ചിരുന്നില്ലേ? സത്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളും യഥാർത്ഥത്തിൽ നടന്ന കാര്യമാണ് കേട്ടോ. ഇന്നും ആർക്കും അറിയത്തില്ല എന്തായിരുന്നു ആ ഒരു സിഗ്നലുകൾ എന്ന്. മാത്രമല്ല അപ്പോളോ മിഷന്റെ ഭാഗമായി ബഹിരാകാശത്ത് പോയ സയന്റിസ്റ്റുമാർ എന്തോ വിചിത്രമായിട്ടുള്ള വസ്തുവിനെ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നില്ലേ? അതുപോലെ തന്നെ അമേരിക്കയിലെ ഒരു സാറ്റലൈറ്റ് ബഹിരാകാശത്ത് വെച്ച് എന്തോ ഒരു വസ്തുവിന്റെ ഫോട്ടോയും എടുത്തിരുന്നില്ലേ? ഇതിന്റെയൊക്കെ ഉറവിടം എന്തായിരിക്കും? ഇസാക്ക് പറഞ്ഞു, അത് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നുള്ള കാര്യം. ഇതെല്ലാം കേട്ടതിന് ശേഷം സാറ പറയുവാണ്, നിനക്ക് ഇപ്പോൾ ഉണ്ടായതുപോലെ തന്നെ ഇപ്പോൾ 30 വർഷങ്ങൾക്ക് മുന്നേ അലാസ്ക എന്ന സ്ഥലത്തെ കാൾ എന്ന ആൾക്കും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് അന്നുണ്ടായ അനുഭവം അയാൾ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും അത് വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് ഇന്ന് വരെ കാളിനെ പറ്റി ആർക്കും അറിയത്തില്ല. അതായത് അന്നുണ്ടായ സംഭവത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് കാൾ മിസ്സിംഗ് ആയത്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ ഡാറ്റാസൊക്കെ ഞാൻ നിനക്ക് അയച്ചു തരാം എന്നും പറഞ്ഞിട്ട് സാറ അവിടെ നിന്ന് തിരികെ പോകാൻ നിൽക്കുവാണ്. ഇതേ സമയം ഇസാക്ക് അവരുടെ നമ്പർ സാറയ്ക്ക് കൊടുക്കുന്നുണ്ട്. സാറ അത് മേടിച്ചുകൊണ്ട് അവിടെ നിന്നും തിരികെ പോയി. അങ്ങനെ രാത്രിയായപ്പോൾ സാറയാണെങ്കിൽ കാളിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇസാക്കിനെ ഫോണിൽ വിളിച്ച് പറയുവാണ്. അങ്ങനെ ഇസാക്കാണെങ്കിൽ ഇപ്പോൾ കാളിനെ പറ്റി നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് കാളിനെ പറ്റി യാതൊരു വിവരവും ഇല്ലായിരുന്നു. ഇതേ സമയം കാടിന്റെ ഭാഗത്തായിട്ട് ഒരു വയസ്സായ ആളെ കാണിക്കുവാണ്. അയാൾ എന്തോ ഒരു സിഗ്നൽ ശ്രദ്ധിക്കുകയാണ്. അയാളുടെ മെഷീനുകളാണെങ്കിൽ അതിങ്ങനെ പിടിച്ചെടുത്തൊരു ഗ്രാഫ് പോലെ വരച്ചെടുക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണെങ്കിൽ അയാൾ സന്തോഷത്തോടെ ചിരിക്കുവാണ്. ഇതേ സമയം മറുഭാഗത്ത് ഇസാക്ക് ആണെങ്കിൽ കാളെന്ന വ്യക്തിയുടെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുവാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇസാക്കിനാണെങ്കിൽ എന്തൊക്കെയോ അഡ്രസ്സുകൾ കിട്ടുന്നുണ്ട്. അവൻ അന്ന് ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോ എടുത്തിട്ടിപ്പോൾ ഒരുപാട് കാസറ്റുകളിലേക്ക് ആക്കുവാണ്. അങ്ങനെ ചെയ്തിട്ട് അവന് നെറ്റിൽ കിട്ടിയിട്ടുള്ള എല്ലാ അഡ്രസ്സുകളിലേക്കും ആ ഒരു കാസറ്റുകൾ അയക്കാൻ നിൽക്കുവാണ്. എങ്ങനെയെങ്കിലും കാൾ എന്ന വ്യക്തിയുടെ കയ്യിൽ ഈ ഒരു വീഡിയോ എത്താൻ വേണ്ടി. അങ്ങനെ ആ കാസറ്റുകളെല്ലാം പാക്ക് ചെയ്ത ശേഷം ഇസാക്ക് അതുമായി നേരെ പുറത്തേക്ക് പോവുകയാണ്, അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അത് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാസറ്റ് കുറെ ഉള്ളത് കൊണ്ട് തന്നെ അത് അവൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് വീഴുവാണ്. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു വയസ്സായാൾ വന്നിട്ട് അവനെ സഹായിക്കുവാണ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അയാൾ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഇസാക്കിനോട് ചോദിക്കുവാണ്, അല്ല നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അല്ല നീ ഇസാക്ക് സൈപ്രസ് അല്ലേ? ടിവിയിലൊക്കെ കാണിച്ച ഏലിയന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത ആ ഒരു പയ്യൻ നീ അല്ലേ? ശരിക്കും നീ ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോ സത്യമാണോ? ഇസാക്കാണെങ്കിൽ അവൻ കൊണ്ടുവന്ന പാക്കറ്റുകളെല്ലാം അതിലിട്ട ശേഷം അവിടെ നിന്നും പോകാൻ നിൽക്കുന്ന സമയത്താണ് അയാൾ പറയുന്നത്, നീ അന്ന് ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോ ഇല്ലേ, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല ഞാനൊരു എഴുത്തുകാരനും കൂടിയാണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് നീ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയും. നീ എൻ്റെ ഓഫീസിലേക്ക് വരാമോ? അവിടെ വെച്ച് ഞാൻ നിന്റെ ശരീരത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതിലൂടെ എനിക്ക് തെളിയിക്കാൻ പറ്റും നീ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന്. പിന്നീട് എൻ്റെ എഴുത്തിലൂടെ ഈ ലോകത്തെ മുഴുവൻ അറിയിക്കാനും അത് പറ്റും. അങ്ങനെ ചെയ്താൽ നിന്റെ മേൽ ആരോപിക്കുന്നതെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് തെളിയിക്കാനും പറ്റും. പിന്നീട് ഇസാക്ക് ഇതിനെല്ലാം തലയാട്ടിയ ശേഷം അവിടെ നിന്നും തിരിച്ചുപോയി. ഇസഹാക്ക് ഇപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് എത്തിയ ശേഷം റൂമിലേക്ക് വന്ന് TV വെച്ച് നോക്കുന്ന സമയത്ത് അവനെ പറ്റിയിട്ട് ഒരുപാട് അപവാദങ്ങൾ പറയുന്നതാണ്. ഇതെല്ലാം കേട്ട ഇസഹാക്ക് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി കുറച്ച് മുന്നേ കണ്ട ആ ഒരു എഴുത്തുകാരൻ്റെ അടുത്തേക്ക് പിറ്റേ ദിവസം പോവുകയാണ്. അങ്ങനെ അയാളുടെ ഓഫീസിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നും പെർമിഷൻ മേടിച്ചിട്ട് നേരെ ആ ഒരു എഴുത്തുകാരനെ പോയി കാണുവാണ്. അങ്ങനെ ഇപ്പോൾ അയാളെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അയാൾ ഒരു ചെറിയ മെഷീൻ എടുത്തിട്ട് പറയുവാണ്,
ഞാൻ പറയുന്ന വിരലുകളിൽ നീ ഇത് വെക്കണം. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. തുടക്കത്തിൽ മൊത്തം മണ്ടത്തരായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. നീ ആരാ, നീ മനുഷ്യൻ തന്നെയാണോ എന്നൊക്കെ. ഇസഹാക്കാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾക്ക് എസ് എന്നും കുറച്ച് കാര്യങ്ങൾക്ക് നോ എന്നും മറുപടി പറഞ്ഞു. അങ്ങനെ അവസാനം അയാൾ ഇസഹാക്കിനോട് ചോദ്യം ചോദിക്കുവാണ്, നീ അന്യഗ്രഹ ജീവികളെ നേരിൽ കണ്ടിട്ടുണ്ടായിരുന്നു? ഇസഹാക്ക് ഉടനെ എസ് എന്ന് മറുപടി പറയാണ്. ഇത് കേട്ട സമയത്ത് അയാളുടെ മുഖത്തെ ആ ഒരു ഭാഗം ആകെ മാറുവാണ്. നീ ഇവിടെ ഇരിക്കി, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോവാണ്. ഇസഹാക്ക് ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അയാളുടെ ഓഫീസിൽ അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ കോട്ടും സ്യൂട്ടെല്ലാം ധരിച്ച രണ്ടുപേരാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി വരുവാണ്. വന്നപാടെ അവരാണെങ്കിൽ ഇസഹാക്കിനെ ബലമായിട്ട് തന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുവാണ്. എന്നാൽ ഇസഹാക്കാണെങ്കിൽ അവരുടെ അടുത്തു നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അവരുടനെ തന്നെ അവനെ മയക്കുവെടി വെക്കുവാണ്. അങ്ങനെ ഇപ്പോൾ അല്പസമയം കഴിഞ്ഞതിനു ശേഷം ഇസഹാക്ക് പതിയെ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുവാണ്. ഇസഹാക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ മുഖംമൂടി ധരിച്ച രണ്ടുപേർ ചേർന്ന് ഇപ്പോൾ അവനെയും എടുത്തുകൊണ്ട് എങ്ങോട്ടേക്ക് പോവാണ്. അവന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ആരാണെന്ന്. അങ്ങനെ ഇപ്പോൾ ഇസഹാക്കിനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ കസേരയിൽ ഇരുത്തിയ ശേഷം അവന്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കുവാണ്. ഇസഹാക്കാണെങ്കിൽ ചുറ്റും നോക്കുന്ന സമയത്താണെങ്കിൽ അവിടെ എന്തൊക്കെയോ മെഷീനുകളും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതുപോലെ തന്നെ മുഖംമൂടി ധരിച്ച് രണ്ടുപേർ ചേർന്ന് സാറയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതായത് എങ്ങനെയാണോ ഇസഹാക്കിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതുപോലെ തന്നെ സാറയും അവർ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന സ്ക്രീനിലാണെങ്കിൽ ഒരാളുടെ മുഖത്തെ കാണിക്കുവാണ്. അത് മറ്റാരുടേതുമായിരുന്നില്ല. കുറച്ചു മുന്നേ ഇസഹാക്കിനോടൊപ്പം സംസാരിച്ചു കൊണ്ടിരുന്ന ആ ഒരു എഴുത്തുകാരനായിരുന്നത്. അയാളിപ്പോൾ താൻ ആരാണെന്നുള്ള കാര്യം ഇസഹാക്കിനോട് പറയുവാണ്. ഞാനാണ് ഏജന്റ് ജൊനാർദൻ ജെയിംസ്. ഇസഹാക്കെ, എനിക്ക് നിന്നിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് നീ എനിക്ക് പറഞ്ഞു തരണം. മാത്രമല്ല നിന്റെ ശരീരത്തിൽ ഞങ്ങൾക്ക് കുറച്ച് പരീക്ഷണങ്ങൾ നടത്താനുണ്ട്. അതിലൂടെ നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങളും അറിവുകളും നേടാൻ സാധിക്കും. ഇതേ സമയം അവിടെ മുഖംമൂടി ധരിച്ചിരുന്ന അവർ മുന്നോട്ടേക്ക് വന്നിട്ട് അവന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മെഷീനുകൾ വെച്ചിട്ട് നോക്കുവാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ നിന്നും യാതൊരു സിഗ്നലുകളും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ മറ്റൊരു മെഷീൻ കൊണ്ടുവന്നിട്ട് അവന്റെ ശരീരത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് എന്തോ ഒരു സിഗ്നൽ കിട്ടുവാണ്. എന്നിട്ടിപ്പോൾ ജൊനാർദൻ ജെയിംസ് ആണെങ്കിൽ അവനോട് പറയുവാണ്, ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് ഒരു മിഷൻ കൊണ്ടുവന്ന് വയ്ക്കും, നീ ഇതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കണം. ഇതും പറഞ്ഞിട്ട് ആ ഒരു മിഷൻ കൊണ്ടുപോയി ഇസഹാക്കിന്റെ മുന്നിലേക്ക് വയ്ക്കുവാണ്. ഇസഹാക്ക് ഇപ്പോൾ അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുവാണ്. പക്ഷേ പ്രത്യേകിച്ച് യാതൊരു സിഗ്നലുകളും ലഭിച്ചിരുന്നില്ല. സിഗ്നലൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ജനാർദ്ദനൻ മറ്റൊരു മിഷൻ കൊണ്ടുവന്നിട്ട് അത് വെച്ച് നോക്കുന്ന സമയത്ത് അതിലും ഒന്നും കിട്ടിയിരുന്നില്ല. ഇതേ സമയം ആദ്യമേ ലഭിച്ച സിഗ്നലിനെ പറ്റി ജനാർദ്ദനൻ അവിടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റുമാരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് ചിലപ്പോൾ സിസ്റ്റത്തിന്റെ എന്തെങ്കിലും തകരാറായിരിക്കാം എന്നതാണ്. എന്നാൽ ജനാർദ്ദന് ഉറപ്പായിരുന്നു ഇവന് എന്തൊക്കെ കഴിവുകളുണ്ടെന്നുള്ള കാര്യം. ഇപ്പോൾ ജനാർദ്ദന് കാൾ എന്ന വ്യക്തിയെ പറ്റി ഇസഹാക്കിനോട് തിരക്കുവാണ്. നീ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാൾ എന്ന വ്യക്തിയെ പറ്റി നെറ്റിൽ ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ. അവനിപ്പോൾ എവിടെയാണ്? നീ അവന് കുറെ കൊറിയർ അയക്കുന്നുണ്ടല്ലോ. നിനക്ക് അവനെ പറ്റി അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നീ എനിക്ക് പറഞ്ഞു തരണം എന്നൊക്കെ ജനാർദ്ദനൻ പറയുന്ന സമയത്ത് ഇസഹാക്ക് പറയാണ്, എനിക്കെങ്ങും അറിയത്തില്ല അയാൾ എവിടെയാണെന്നുള്ള കാര്യം. ഞാനും അയാളെയാണ് തിരയുന്നത്. ഇതെല്ലാം കേട്ട ജനാർദ്ദനാന്നി പറയുവാണ്, ഞാൻ നിനക്ക് കുറച്ച് സമയം കൂടി തരും. അതിനുള്ളിൽ നീ എനിക്കിതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഉത്തരങ്ങളും തരണമെന്നും പറഞ്ഞിട്ട് ജനാർദ്ദനൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കൂടാതെ ഇസഹാക്കിന്റെ അടുത്ത് മുഖംമൂടി ധരിച്ച് നിന്നിരുന്ന രണ്ടുപേരില്ല, അവരും അവിടെ നിന്നും ഇറങ്ങി പോവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിനു ശേഷം ഇസഹാക്ക് എങ്ങനെയൊക്കെയോ അവന്റെ കയ്യിലെ കെട്ടുകൾ അഴിക്കുവാണ്. അതിനുശേഷം ഇസഹാക്ക് അവനെ പൂട്ടിയിട്ട ആ റൂമിൽ നിന്നും എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി. അപ്പോഴേക്ക് മുഖംമൂടി ധരിച്ചിരുന്ന ആ രണ്ടുപേരില്ല, അവർ രണ്ടുപേർക്ക് മനസ്സിലായി ഇസഹാക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്ന്. ഉടനെ തന്നെ അവർ ഇസഹാക്കിനെ പിടിക്കാൻ നോക്കുന്ന സമയത്ത് ഇസഹാക്കാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ടേബിൾ എടുത്ത് അവരെ അടിക്കുവാണ്. അന്നേരം അവരുടെ മുഖത്തു നിന്നും എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ദ്രാവകം ഇങ്ങനെ പുറത്തേക്ക് വരുവാണ്. ഇത് കണ്ടപ്പോൾ ഇസഹാക്കിന് മനസ്സിലായി അവർ മനുഷ്യരല്ല റോബോട്ടുകളാണെന്നുള്ള കാര്യം. ഉടനെ തന്നെ ഇസഹാക്ക് തന്റെ തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്ന സാറയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ടാണെങ്കിൽ ഇസഹാക്ക് സാറയുടെ കെട്ടുകളെല്ലാം പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി ഓടുവാണ്. അവരങ്ങനെ ഇറങ്ങി ഓടുന്ന സമയത്ത് അവിടെ പല വാതിലുകളും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ അതിങ്ങനെ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ടത് പറ്റുന്നില്ല. അങ്ങനെ ഇസഹാക്കും സാറയും കൂടെ ഓടി ഒരു വാതിലിന് മുന്നിൽ പോയി നിൽക്കുവാണ്. ഇപ്പോൾ ഇസഹാക്കിന് തോന്നുവാണ് തന്നെ കൊണ്ട് ഈ വാതിൽ തുറക്കാൻ കഴിയുമെന്ന്. അങ്ങനെ ഇസഹാക്കാണെങ്കിൽ ഇപ്പോൾ ആ ഒരു വാതിലിലെ ആ ഒരു ലോക്കിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുവാണ്. ഇതേസമയം സാറ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ ഉടനെ ചെയ്യ്, അവർ നമ്മുടെ പുറകെ വരുന്നുണ്ടെന്നും. ഇസഹാക്ക് ഇപ്പോൾ ആ ഒരു വാതിലിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുവാണ്. അങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു ലോക്ക് പൊട്ടിട്ട് ആ ഒരു വാതിൽ പതിയെ തുറന്നു വരുവാണ്. ഉടനെ തന്നെ ഇസഹാക്കാണെങ്കിൽ സാറയും വിട്ടിട്ട് ആ ഒരു വാതിലിലൂടെ പുറത്തേക്ക് കടക്കുവാണ്. ഇത് ഏജന്റ് ജൊനാർദൻ ജെയിംസ് അറിയുവാണ്. അയാൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവരെ പിടികൂടാൻ. എന്നിപ്പോൾ ആ റോബോട്ടുകൾക്ക് നിർദ്ദേശം നൽകി,
പക്ഷേ അപ്പോഴേക്കും സാറയും ഇസാക്കും പുറത്തേക്ക് എത്തിയിരുന്നു. അങ്ങനെ പുറത്തെത്തിയ സാറയും ഇസാക്കും ആകെ ഞെട്ടിപ്പോയി. കാരണം കാടിന്റെ ഒരു ഭാഗത്തായിരുന്നു അവർ. നിറയെ മരങ്ങളും ചെടികളും ചേർന്ന ഒരു സ്ഥലം. ഇസാക്കിനൊന്നും മനസ്സിലാവുന്നില്ല അവരിപ്പോൾ എവിടെയാണെന്നൊന്നും. അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് പോയ സമയത്താണ് അതിലൂടെ ഒരു കാളവണ്ടി പോകുന്നത് രണ്ടുപേരും കാണുന്നത്. ഉടനെ തന്നെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഓടുവാണ്. അങ്ങനെ ചെന്ന സമയത്താണെങ്കിൽ ഇസാക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡ് കാണുവാണ്. ഇത് കണ്ടപ്പോൾ ഇസാക്കിന് മനസ്സിലായി അവർ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോസ്റ്ററിക്ക എന്ന സ്ഥലത്താണ്. അമേരിക്കയിൽ നിന്നും ഇസാക്കും സാറയും ഇപ്പോൾ മറ്റൊരു രാജ്യത്താണ് ഉള്ളത്. ഇസാക്കാണെങ്കിൽ ഇപ്പോൾ അവിടെ ചുറ്റും നോക്കുവാണ് അവിടെ എവിടെയെങ്കിലും ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുന്ന സ്ഥലം വല്ലതും ഉണ്ടോ എന്ന്. അങ്ങനെ ഇപ്പോൾ ഇസാക്കാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുവാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡിയോട് ഇസാക്ക് ചോദിക്കുകയാണ്, ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ടോ, ഇന്റർനെറ്റ് ഉണ്ടോ, പുറത്തേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉപകരണമുണ്ടോ എന്ന് ഇസാക്ക് ഇപ്പോൾ ആ ഒരു ലേഡിയോട് ചോദിക്കുകയാണ്. പക്ഷേ ആ ഒരു ലേഡിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തൊക്കെയായി പറയുന്നതെന്ന്. അങ്ങനെ ഇസാക്കാണെങ്കിൽ എന്തൊക്കെയോ ആംഗ്യം കാണിച്ചപ്പോൾ ആ ലേഡിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ഒരു ലേഡി ആണെങ്കിൽ സെഡ് എന്ന് പറയുന്ന ആളുടെ അഡ്രസ്സ് കൊടുക്കുകയാണ്. അയാളുടെ അടുത്തേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ ആ ലേഡി കൊടുത്ത അഡ്രസ്സിലേക്ക് ഇസാക്കും സാറയും പോവുകയാണ്. വളരെ വേഗം തന്നെയാണ് ഇസാക്കും സാറയും സെഡ് എന്ന ആളുടെ അടുത്തേക്ക് പോകുന്നത്. കാരണം എന്താണ്, അവരുടെ പുറകെ ആരുണ്ട്, ഏജന്റ് ജോർദാനും അയാളുടെ ആ റോബോട്ടുകളും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ആ ഒരു ലേഡി കൊടുത്ത അഡ്രസ്സിലേക്ക് ഇസാക്കും സാറയും എത്തുവാണ്. അതും ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടേക്ക് ചെന്നിട്ട് സെഡ് എന്ന ആളെ പറ്റി അവിടെ തിരക്കുമ്പോൾ അയാൾ അവിടെ ഒരു ടേബിളിൻ്റെ അടുത്തിരുന്ന ഒരാളെ ചൂണ്ടിക്കാണിക്കുവാണ്. ഇസാക്കാണെങ്കിൽ നേരെ ചെന്നിട്ട് സെഡ് എന്ന ആളിനോട് കാര്യം പറയുവാണ്, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണം, കുറച്ചു പേർ ചേർന്ന് ഞങ്ങൾ തട്ടിക്കൊണ്ട് വന്നിരിക്കുക, അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ. സെഡ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും വിശ്വസിച്ചില്ല. അങ്ങനെ ഇപ്പോൾ ഇസാക്കാണെങ്കിൽ അവൻ്റെ പേര് പറയാണ്, എൻ്റെ പേര് ഇസാക്ക് സൈപ്രസ് എന്നാണ്, ഞാൻ അമേരിക്കയിലാണ് എൻ്റെ വീട് എന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ സെഡ് ആണെങ്കിൽ ഇസാക്കിനെ പറ്റി നെറ്റിൽ മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കുവാണ്. ഓൾറെഡി ഇസാക്ക് ആണെങ്കിൽ ആ ഒരു വീഡിയോ കാരണം ഫുള്ള് വൈറലായിരുന്നു. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇപ്പോൾ സെഡിന് കിട്ടുവാണ്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് ഏജന്റ് ജോർദാന്റെ ആ റോബോട്ടുകൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഉടനെ തന്നെ സെഡ് ആണെങ്കിൽ ഇസാക്കിനെയും സാറേയും കൂട്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് സെഡ് ആണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയ യാതൊരു ഡിവൈസും എൻ്റെ കയ്യിലില്ല, നിങ്ങളുടെ കയ്യിലും ഇല്ലല്ലോ എന്നിപ്പോൾ സെഡ് ചോദിക്കുവാണ്. ഇല്ല എന്നിപ്പോൾ ഇസാക്ക് മറുപടി പറഞ്ഞു. ഓ സോറി, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ സെഡ് എന്ന് പറയുന്ന ഒരാൾ ഹാക്കറാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ സെഡ് ആണെങ്കിൽ അവരെയും കൂട്ടിയിട്ട് കാടിൻ്റെ ഒരു ഭാഗത്തുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിൽക്കുവാണ്. എന്നിട്ടിപ്പോൾ സെഡ് ആണെങ്കിൽ മരങ്ങൾക്ക് മുകളിലായിട്ട് ഒരു അടിപൊളി വീട് കാണിക്കുകയാണ്. ഇതാണ് എൻ്റെ വീട് എന്നിപ്പോൾ സെഡ് പറയുവാണ്. എന്നിട്ട് ഓരോരുത്തരായിട്ട് ആ ഒരു വീട്ടിലേക്ക് കയറുവാണ്. എന്നിട്ടിപ്പോൾ ഇസാക്ക് സെഡിനോട് കാൾ എന്ന വ്യക്തിയുടെ ലൊക്കേഷൻ എടുത്ത് തരാമോ എന്ന് ചോദിക്കുവാണ്. സെഡ് ആണെങ്കിൽ ഒരു ഹാക്കർ ആയതുകൊണ്ട് തന്നെ കാൾ എന്ന വ്യക്തിയെ പറ്റി ഒരുപാട് സെർച്ച് ചെയ്യുവാണ്. അയാളുടെ പോസ്റ്റുകളും മെസ്സേജുകളും എന്നിവ നോക്കാൻ സെഡ് ശ്രമിക്കുകയാണ്. പക്ഷെ കാൾ എന്ന വ്യക്തിയുടെ ലൊക്കേഷൻ മാത്രം കിട്ടുന്നില്ല. അങ്ങനെ ഇസാക്ക് ഇപ്പോൾ ഒരു കാര്യം പറയുകയാണ്, എന്നാ നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ വെറും ഒരു സംശയമാണ്, അതായത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എന്തോ കാനഡയുടെ ഒരു ഭാഗത്ത് നിന്നും എന്തോ നമ്പർ പോലത്തെ സിഗ്നൽ ലഭിച്ചായിരുന്നു, അത് നീ ഒന്ന് എടുത്തു തരാമോ എന്ന് ഇപ്പോൾ ഇസാക്ക് സെഡിനോട് ചോദിച്ചു. പിന്നീട് സെഡ് ആണെങ്കിൽ അവൻ്റെ കമ്പനി ഹാക്ക് ചെയ്തിട്ട് അതിലുണ്ടായിരുന്ന ഡാറ്റാസ് എല്ലാം എടുക്കുവാണ്. ഇപ്പോൾ ഇസാക്ക് പറഞ്ഞു, എനിക്ക് ആ ഒരു സിഗ്നൽ വന്നത് കാനഡയിൽ നിന്നുമായിരുന്നു, നീ ഒരു കാര്യം ചെയ്യും, അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നിപ്പോൾ ഇസാക്ക് സെഡിനോട് പറഞ്ഞു. സെഡ് വേഗം തന്നെ ആ ഒരു സിഗ്നലിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അതായത് കാനഡ എന്ന സ്ഥലത്തെ ഒരു ടൗണിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ മാറി കാടിനുള്ളിലായിട്ടൊരു വീടുണ്ട്. അവിടെ നിന്നുമാണ് ആ ഒരു സിഗ്നൽ വന്നത്. സെഡ് വേഗം തന്നെ ആ ഒരു വീട്ടിലുണ്ടായിരുന്ന എല്ലാ മെഷീനുകളും ഹാക്ക് ചെയ്യുവാണ്. അതിലൂടെ അവർക്ക് മനസ്സിലായി ആ ഒരു വീട്ടിലുണ്ടായിരുന്നത് കാളെന്ന വ്യക്തിയായിരുന്നു. ഇസാക്ക് ഇപ്പോൾ സെഡിനോട് പറയുവാണ്, എനിക്ക് കാളെന്ന വ്യക്തി മറ്റൊരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ സെഡ് പറയുവാണ്, എനിക്ക് ഉറപ്പില്ല, എന്നാൽ ഞാൻ ശ്രമിക്കാമെന്ന് സെഡ് ഇപ്പോൾ പറയുവാണ്. അങ്ങനെ ഇപ്പോൾ കോളിനെ വിളിക്കുകയാണ്. ഇതേ സമയം കാളിന്റെ ആ കമ്പ്യൂട്ടറിലേക്ക് വീഡിയോ കോൾ വരുവാണ്. ഇത് കണ്ടപ്പോൾ കാൾ വിചാരിക്കുകയാണ്, ആരാണിപ്പോൾ എനിക്ക് കോൾ ചെയ്യാൻ. കാൾ ഉടനെ തന്നെ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തു. ആ ഒരു കോളിൽ ഉണ്ടായിരുന്നത് ഇസാക്കായിരുന്നു. കാളിനെ കണ്ടപാടെ ഇസാക്ക് പറയുന്നുണ്ട്, ഹായ് കാൾ. എന്നാൽ കോൾ ആണെങ്കിൽ ആ ഒരു കോൾ കട്ട് ചെയ്യുവാണ്. ഇത് കണ്ടപ്പോൾ ഇസാക്ക് സെഡിനോട് ചോദിക്കുകയാണ്, സെഡ് എന്താണ് പറ്റിയത്. അപ്പോൾ സെഡ് പറഞ്ഞു, അദ്ദേഹം ആ ഒരു കോൾ കട്ട് ചെയ്തതാണെന്ന്. ഇത് കേട്ടപ്പോൾ ഇസാക്ക് ആണെങ്കിൽ അദ്ദേഹത്തെ ഒന്നും കൂടെ വിളിക്കാൻ പറ്റുമോ എന്ന് സെഡിനോട് ചോദിച്ചു. അപ്പോൾ സെഡ് പറഞ്ഞു, ഞാൻ ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം, ചിലപ്പോൾ അദ്ദേഹം ആ ഒരു ഡിവൈസ് ഷട്ട് ഡൗൺ ചെയ്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ വീണ്ടും ഒന്നും കൂടെ വീഡിയോ കോൾ ചെയ്യുവാണ്. കാളാണെങ്കിൽ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്ത സമയത്ത് എല്ലാ കാര്യവും കൂടി പെട്ടെന്ന് പറയുവാണ്. എൻ്റെ പേര് ഇസാക്ക് എന്നാണ്, 30 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾക്കുണ്ടായതുപോലെ തന്നെ ഇപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ബോണുകളും കട്ടായിട്ടുണ്ട്, മാത്രമല്ല ഏലിയൻസിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇന്റർനെറ്റ് ഇട്ടിട്ടുണ്ട് എന്നിപ്പോൾ ഇസാക്ക് പെട്ടെന്ന് പറയുവാണ്. ഇത് കേട്ടപ്പോൾ കാളാണെങ്കിൽ ആ ഒരു കോൾ കട്ട് ചെയ്യാതെ അവരോട് സംസാരിക്കുവാണ്. പിന്നീട് ഇസാക്ക് പറഞ്ഞു, നിങ്ങൾ
അന്ന് എനിക്ക് അയച്ച ആ ഒരു സിഗ്നലുകൾ ഞാൻ അന്ന് തന്നെ അത് ഞങ്ങളുടെ സാറ്റലൈറ്റിലേക്ക് അയച്ചായിരുന്നു. അന്ന് രാത്രി തന്നെ എനിക്ക് മറ്റൊരു സിഗ്നൽ ലഭിച്ചായിരുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷേ എനിക്ക് അറിയാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ ഒരു സിഗ്നൽ വന്ന് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ യാതൊരു ലൊക്കേഷനും കാണിച്ചില്ല. ഇത് കേട്ടപ്പോൾ കോൾ പറഞ്ഞു, നിർത്ത് നീ എന്താ ഇപ്പോൾ പറഞ്ഞു? അതായത് ഭൂമിയിൽ നിന്നുമല്ലാത്ത എന്തോ ഒരു സിഗ്നൽ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ കോൾ പറയാണ്, പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡാറ്റാസ് എൻ്റെ സിസ്റ്റത്തിലേക്ക് അയച്ചുതാ. ഇതേ സമയം ഇസാക്ക് പറയാണ്, ഞാനിപ്പോൾ ഉള്ളത് വേറൊരു സ്ഥലത്താണ്, എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും അയച്ചു തരാമെന്നിപ്പോൾ ഇസാക്ക് പറയുവാണ്. അങ്ങനെ ഇപ്പോൾ ഇസാക്ക് ആണെങ്കിൽ സെഡിനോട് പറഞ്ഞ് അമേരിക്കയിലുള്ള ഇസാക്കിൻ്റെ ആ ഒരു കമ്പനി ഹാക്ക് ചെയ്ത് അതിലുള്ള ഡാറ്റാസ് എല്ലാം എടുക്കുകയാണ്. അതിനുശേഷം സെഡ് ആ ഒരു ഡാറ്റാസ് കാളിന് അയച്ചു കൊടുക്കുകയാണ്. കാളിപ്പോൾ ആ ഒരു ഡാറ്റാസ് നോക്കുന്ന സമയത്ത് ശരിക്കും കാളിന് തന്നെ അത്ഭുതമായി. കാരണം ഒരുപാട് നമ്പറുകളും കോഡുകളും ചേർന്നതായിരുന്നു ആ ഒരു സിഗ്നലുകൾ. കാൾ ഉടനെ തന്നെ ആ ഒരു സിഗ്നൽ പെൻഡ്രൈവിലേക്ക് ആക്കിയിട്ട് അത് മറ്റൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുവാണ്. പിന്നീട് ആ ഒരു സിഗ്നലുകൾ ഇംഗ്ലീഷ് ഭാഷയിലോട്ട് മാറ്റുവാണ്. അത് പിന്നീട് ഒരു വോയിസ് പോലെ പുറത്തേക്ക് കേൾക്കുവാണ്. അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, വി ആർ കമ്മിങ് തേഴ്സ്ഡേ ഒക്ടോബർ 21. പിന്നീട് അതിലൊരു ലൊക്കേഷനും ഉണ്ടായിരുന്നു. അതായത് ഇനിയൊരു 5 ദിവസത്തിനകം അവരയച്ച ആ ഒരു ലൊക്കേഷനിലേക്ക് അവർ വരുന്നതായിരിക്കും. അവരയച്ച ആ ഒരു ലൊക്കേഷൻ മറ്റെങ്ങുമല്ല, കാൾ നിൽക്കുന്ന ആ ഒരു കാട്ടിലായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇസാക്കും സാറയും സെഡും വീഡിയോ കോളിലൂടെ കേൾക്കുന്നുണ്ട്. ഇതേ സമയം കാൾ ഇസാക്കിനോട് പറയുവാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറണം, ആർക്കും പിടികൊടുക്കല്ലേ. ഇതും പറഞ്ഞിട്ട് കാൾ ആണെങ്കിൽ ആ ഒരു ഡിവൈസ് ഷട്ട് ഡൗൺ ചെയ്യുവാണ്. ഇവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. കാരണം കാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ആ ഒരു ഡിവൈസാണ് ഇപ്പോൾ കാൾ ഷട്ട് ഡൗൺ ചെയ്തത്. ഇപ്പോൾ ഇസാക്ക് പെട്ടെന്ന് തന്നെ പറയുവാണ്, നമ്മൾ വേഗം തന്നെ കാനഡയിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പോൾ സാറയാണെങ്കിൽ ആ ഒരു കാര്യത്തെ എതിർക്കുവാണ്. കാരണം അവർക്കറിയാമായിരുന്നു അവരുടെ പുറകെ ഏജന്റ് ജോർദാനും അയാളുടെ ആ റോബോട്ടുകളും ഉണ്ടെന്നുള്ള കാര്യം. ഇസാക്ക് ഇപ്പോൾ സാറെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്, നമ്മൾ വെറുതെ അല്ല അങ്ങോട്ടേക്ക് പോകുന്നത്, നമുക്കറിയണ്ടേ അവരാരാണെന്ന്, പിന്നെ നമുക്കെന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ, അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അറിയണ്ടേ. അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോൾ സാറയാണെങ്കിൽ പോകാമെന്ന് സമ്മതിക്കുവാണ്. ഇവരിതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സെഡ് അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് പറയുന്നത്, ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ. പക്ഷേ ഇവർക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ചെറിയ സ്ഥലത്തേക്കാണോ? അല്ല, കോസ്റ്ററിക്ക എന്ന രാജ്യത്ത് നിന്നും കാനഡ എന്ന രാജ്യത്തേക്കാണ് ഇവർക്ക് പോകേണ്ടത്. കുറച്ച് പാടുണ്ടായിരുന്നെങ്കിലും അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം അവരുടെ കൂടെ ആരുണ്ട്? സെഡ് ഉണ്ട്. അങ്ങനെ അവർ ഇല്ലീഗലായിട്ട് പല വാഹനങ്ങളിലും ചെറിയ ബോട്ടുകളിലും വിമാനങ്ങളിലും ഒക്കെ കയറി ഇവരിങ്ങനെ പോവാണ്. സെഡ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ യാത്ര കുറച്ച് എളുപ്പമായിരുന്നു. സെഡ് ആണെങ്കിൽ അവനവന്റെ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ അവരെല്ലാവരും മുന്നേറ്റേക്ക് പോവാണ്. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും കാനഡ എന്ന രാജ്യത്ത് എത്തിയിട്ടുണ്ട്. ഇതേ സമയം ഏജന്റ് ജോർദാൻ ആണെങ്കിൽ ഇവർ പോകുന്ന കറക്റ്റ് ലൊക്കേഷൻ കിട്ടുവാണ്. പക്ഷെ എങ്ങനെയായിരിക്കും ഏജന്റ് ജോർദാന് ഇവർ പോകുന്ന കറക്റ്റ് ലൊക്കേഷൻ ഇങ്ങനെ കിട്ടുന്നത്? സെഡ് ഇവരുടെ കൂടെ ഉണ്ടായിട്ടും അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട് കേട്ടോ. അത് നമുക്ക് പോകെ പോകെ മനസ്സിലാക്കാം. അങ്ങനെ കാനഡയിലെത്തിയ ഇസാക്കും സാറയും സെഡും നേരെ കാൾ എന്ന വ്യക്തിയുടെ അടുത്തേക്ക് പോവാണ്. ടൗണിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ മാറി ഒരു കാടുണ്ടല്ലോ, അവിടെയാണല്ലോ കാളിന്റെ വീട്. ഇവരിപ്പോ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതേ സമയം സെഡ് നോക്കുന്നുണ്ട് അവരുടെ പുറകെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അതേ സമയത്താണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെയിന് പുറകിലായിട്ട് ഏജന്റ് ജോർദാന്റെ ആ 2 റോബോട്ടുകളും വരുന്നത്. ഒട്ടും വൈകാതെ തന്നെ ആ 2 റോബോട്ടുകളും ട്രെയിനിന്റെ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് കയറി വരുവാണ്. ഇത് കണ്ട് ഇസാക്കും സാറയും സെഡും ആണെങ്കിൽ ആ ഒരു ബോഗിയിൽ നിന്നും മറ്റൊരു ബോഗിയിലേക്ക് മാറുവാണ്. സെഡ് ഇപ്പോൾ മാസ്ക് എടുത്തിട്ട് ഇസാക്കിനും സാറയ്ക്കും കൂടെ കൊടുക്കുകയാണ്. ഇതിട്ട് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റൂല. അതായത് ആ ഒരു റോബോട്ടുകൾ ഫേസ് ഐഡന്റിഫൈ ചെയ്താണ് ആളുകളെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും മുഖംമൂടി ധരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം അവരുടെ അടുത്തുകൂടെ ആ റോബോട്ടുകൾ പോകുന്നുണ്ട്. ആദ്യമൊക്കെ ഈ റോബോട്ടുകൾക്ക് മനസ്സിലാവുന്നില്ല ഇവരാരാണെന്ന്. പിന്നീട് തിരിച്ചു വന്നവർ ഇവരുടെ മുഖം സ്കാൻ ചെയ്യുവാണ്. അങ്ങനെ അവസാനം റോബോട്ടുകൾ ഗണ്ണെടുത്ത് ഇസാക്കിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇസാക്ക് ആ റോബോട്ടുകളെ തള്ളിയിട്ട ശേഷം അവിടെ നിന്നും ഇറങ്ങി ഓടുവാണ്. പിന്നീട് അവരെല്ലാവരും കൂടെ ചേർന്ന് ആ 2 റോബോട്ടുകളെ ട്രെയിനിൽ നിന്നും പുറത്തു കളയുവാണ്. അങ്ങനെ കുറച്ചു ദൂരം കൂടെ യാത്ര ചെയ്ത ശേഷം അവർക്ക് ഇറങ്ങേണ്ട ആ ഒരു ലൊക്കേഷൻ എത്തുവാണ്. പിന്നീട് ട്രെയിനിൽ നിന്നും ഇറങ്ങിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ടാക്സി പിടിച്ച് അവർ നേരെ ആ ഒരു കാട്ടിലേക്ക് പോവാണ്. ഇവരുടെ ഈ ഒരു യാത്ര വെറുതെയാണോ? അല്ല. മനുഷ്യൻ, അതായത് നമ്മൾ ഈ ലോകത്ത് തനിച്ചാണോ? എക്കാലവും മനുഷ്യനുള്ള ഒരു ചോദ്യമാണത്. അതിന്റെ ഉത്തരവും തേടിയാണ് ഇപ്പോൾ ഇസാക്ക് പോകുന്നത്. അവന് അതിനുള്ള ഉത്തരം കിട്ടുമോ? അത് നമുക്ക് കഥ കണ്ടു തന്നെ മനസ്സിലാക്കാം. ഇസാക്ക് ഇപ്പോൾ കാളിന്റെ ആ ഒരു വീട് ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾപ്പിക്കുകയാണ്. നല്ല അടിപൊളി ഒരു മ്യൂസിക് ആയിരുന്നു അത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ അവർ കാടിനുള്ളിലെ ആ ഒരു വീട്ടിലേക്ക് എത്തുവാണ്. അവിടെയാണ് ആരുള്ളത്? കാളുള്ളത്. കഴിഞ്ഞ 30 വർഷമായി അദ്ദേഹം ഇവിടെയാണ് ഒളിച്ചു താമസിക്കുന്നത്. ഇവരങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു CCTV ക്യാമറ ഇവരെ നിരീക്ഷിക്കുകയാണ്. ഇതേ സമയത്താണ് ആ വീടിന്റെ വാതിൽ തുറന്നുകൊണ്ട് ഒരാൾ പുറത്തേക്ക് വരുന്നത്. അയാളുടെ കയ്യിലാണെങ്കിൽ തോക്കുമുണ്ട്. അയാൾ ഇപ്പോൾ പറയാണ്, നിങ്ങളാരാ? നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, വേഗം തന്നെ തിരിച്ചു പോകുന്ന അയാൾ പറയുവാണ്. അപ്പോൾ ഇസാക്ക് വേഗം തന്നെ പറയാണ്, ഇത് ഞാനാണ് ഇസാക്ക്, ഇത് സാറ, ഇത് സെഡ്, ഞാനാണ് നിങ്ങൾക്ക് ആ ഒരു സിഗ്നൽ അയച്ചു തന്നത്. ഇത് കേട്ടപ്പോൾ കോൾ പറയാണ്, ഓക്കെ എനിക്ക് നിങ്ങളെ മനസ്സിലായി. കാൾ വേഗം തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ ആ ഒരു
ഡിവൈസ് ഡീആക്ടിവേറ്റ് ചെയ്തോ? ഇത് കേട്ടപ്പോൾ അവർ ചോദിക്കുകയാണ് ഏത് ഡിവൈസ്? ഇപ്പോൾ കാളാണെങ്കിൽ അകത്തേക്ക് പോയിട്ട് അവിടെ നിന്നും ഒരു മെഷീൻ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരുടെ കൈ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുവാണ്. ഇപ്പോൾ ഇസാക്കിന്റെ കൈ പിടിച്ചിട്ട് പറയുവാണ് നിങ്ങൾ രണ്ടുപേരുടെ കയ്യിലും ഒരു മുറിവുണ്ടായില്ല, അതിലൊരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടെന്നുള്ള കാര്യം കോൾ പറയുവാണ്. അതിനെ ഞാനിപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട ഇസാക്കാന്ന് ചോദിക്കുകയാണ് അതാരാണ് വെച്ചത്? ഏജന്റ് ജൊനാർഡ് ജെയിംസ് ആണോ? അല്ല, അത് വെച്ചത് ഏലിയൻസ് ആണെന്ന് ഇപ്പോൾ കോൾ പറയുവാണ്. നമ്മളെക്കുറിച്ച് അറിയുവാൻ വേണ്ടി, നമ്മളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് നമ്മുടെ ശരീരത്തിൽ വെച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏജന്റ് ജൊനാർഡ് ജെയിംസിനെ എങ്ങനെയാണ് ഇവർ പോകുന്ന ആ ഒരു ലൊക്കേഷൻ ലഭിക്കുന്നതെന്ന്? ഇപ്പോൾ ആ ഒരു ഡിവൈസ് ഡീആക്ടിവേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ജൊനാർദന് മനസ്സിലാവുന്നില്ല ഇപ്പോഴവരെവിടാണെന്നുള്ള കാര്യം. എങ്കിലും ജൊനാർദൻ അന്ന് ഇവരുടെ അവസാനത്തെ ലൊക്കേഷൻ നോട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ആ ഒരു വീടിനകത്തേക്ക് പോവാണ്. അകത്തെത്തിയപാടെ ഇസാക്ക് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് കഴിഞ്ഞ 30 വർഷമായി ഇവിടെ ഇങ്ങനെ ഒളിച്ചു താമസിച്ചത്? അന്ന് നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ഇസാക്ക് ചോദിക്കുവാണ്. കാളിപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു കാര്യം ഇപ്പോൾ പറയുവാണ്. 1979 കാട്ടിലെ എല്ലാ പണികളും തീർത്തതിന് ശേഷം ഞാൻ തിരികെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് എന്തോ വിചിത്രമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ഞാൻ അതെന്താണെന്ന് നോക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആകാശത്തു നിന്നും എന്തോ പ്രത്യേക തരത്തിലുള്ള നീല വെളിച്ചം വന്ന് എന്നെ മേലോട്ടേക്ക് വലിച്ചെടുത്തു. അപ്പോൾ എൻ്റെ ശരീരത്തിന് ഭാരമില്ലാതാവുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് 2-3 ദിവസത്തിന് ശേഷമാണ് എനിക്ക് ബോധം തെളിഞ്ഞത്. അന്ന് എനിക്കുണ്ടായ അനുഭവം ഞാൻ പലരോടും പറഞ്ഞെങ്കിലും പക്ഷെ അതാരും വിശ്വസിച്ചില്ല. പിന്നീട് ഇതിൻ്റെയൊക്കെ സത്യം അറിയാൻ വേണ്ടി ഞാൻ അന്നിറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ ഒരു കാട്ടിലേക്ക് വന്നു. ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ അവർ നമ്മളോട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ അവരുടെ സംസാര രീതി അല്ലെങ്കിൽ ആ ഒരു ഭാഷ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയെ നമ്പറുകളാക്കി അതിനെ പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലോട്ടാക്കി മാറ്റുന്ന ഒരു മിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു ഉപകരണത്തിലൂടെ മാത്രമേ നമുക്ക് അവരുടെ ആ ഒരു ഭാഷ മനസ്സിലാക്കാൻ പറ്റുക. എന്തായാലും ഇനി 3 ദിവസം കൂടിയുണ്ട് അവർ ഇങ്ങോട്ടേക്ക് വരാൻ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ശരിക്കും എന്തിനായിരിക്കും അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്? എന്തായാലും അതിനുള്ള ഉത്തരം ഇവർക്ക് 3 ദിവസത്തിനുള്ളിൽ അറിയാം. അങ്ങനെ ഇപ്പോൾ ഇസാക്കും സാറയും നല്ല രീതിയിൽ തന്നെ അടുപ്പത്തിലായിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി ഒരു മലയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് സാറ അവളുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു കാര്യം ഇസാക്കിനോട് പറയുവാണ്. എൻ്റെ ചെറുപ്പത്തിൽ നീ കണ്ടതുപോലെ തന്നെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് കുട്ടിയായിരുന്ന ഞാൻ അത് കണ്ട് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിന് എന്തൊക്കെയോ പറ്റുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ബോധം വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പോയ സമയത്ത് അവർ വല്ലാതെ പേടിച്ചിരുന്നു. കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ട് എന്നെ കാണാനില്ലായിരുന്നു. 3 ദിവസമായിട്ട് പോലീസുകാരും നാട്ടുകാരും എന്നെ അന്വേഷിച്ച് നടന്നിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് എന്താ സംഭവിച്ചതെന്ന്. പിന്നെ നിന്റെ കയ്യിലുണ്ടായതുപോലെ തന്നെ മുറിവ് എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് സംസാരിക്കുകയാണ്. ഒടുവിൽ ആ ഒരു ദിവസം വന്നെത്തി. ഇപ്പോൾ വീടിനകത്ത് ഇരിക്കുന്ന ഇസാക്കാണെങ്കിൽ സാറയോട് ചോദിക്കുന്നു, സാറ നീ എന്തെങ്കിലും വിചിത്രമായിട്ടുള്ള ശബ്ദം കേട്ടായിരുന്നു? സാറ പറഞ്ഞു ഇല്ല, പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റുന്നു എന്ന് ഇസാക്ക് പറയുവാണ്. ഇതും പറഞ്ഞുകൊണ്ട് ഇസാക്ക് ഇപ്പോൾ ആ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങി കാട്ടിലേക്ക് പോവുകയാണ്. ഇത് കണ്ടപ്പോൾ സാറയാണെങ്കിൽ ഇസാക്കിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കോൾ പറഞ്ഞു വേണ്ട, അവനെ വിളിക്കണ്ട, പോവട്ടെ, അവൻ പോയി വരട്ടെ. അതായത് ഏലിയൻസ് പിടിച്ചോണ്ട് പോയതിലൂടെ സാറയ്ക്കും കോളിന് വരാത്ത എന്തോ ഒരു പ്രത്യേക കഴിവ് ഇസാക്കിന് വന്നിട്ടുണ്ട്. അവനിപ്പോൾ കാട്ടിലൂടെ എന്തോ ഭയത്തോടെ നടക്കുവാണ്. അങ്ങനെ കാട്ടിലൂടെ നടന്നുകൊണ്ടിരുന്ന ഇസാക്ക് പെട്ടെന്ന് നിൽക്കുവാണ്. അവന് മനസ്സിലായി അവന്റെ പുറകിൽ ആരോ ഉണ്ടെന്നുള്ള കാര്യം. പതിയെ അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് ആ ഒരു അന്യഗ്രഹ ജീവികളായിരുന്നു. അങ്ങനെ ഇസാക്ക് അവരെയും കൂട്ടിയിട്ട് കാളിന്റെ ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയ ഏലിയൻസും ഇസാക്കും കാളും കൂടെ ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ്. പിന്നീട് അവർ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംസാരിക്കുകയാണ്. ഇസാക്ക് ഇപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ ആ ഒരു ജീവികൾ അവരുടേതായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുകയാണ്. ഇതിപ്പോൾ കാളിന്റെ ആ ഒരു ഡിവൈസ് റെക്കോർഡ് ചെയ്തിട്ട് അത് പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറ്റിയ ശേഷം കേൾപ്പിക്കുകയാണ്. ഞങ്ങൾ സയൻസ്, ഫിസിക്സ്, ടെക്നോളജി എന്നിവയിലെല്ലാം മുന്നിലാണ്. ഞങ്ങൾ ഒരുപാട് അറിവുകൾ നേടിക്കഴിഞ്ഞു. പക്ഷേ ഞങ്ങളിപ്പോൾ മറ്റൊരു കാര്യത്തെ അന്വേഷിക്കുകയാണ്. അതെന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി ഇവയെല്ലാത്തിനേക്കാളും വലുതാണ്. അതാണ് ഈ യൂണിവേഴ്സിന്റെ ഒറിജിൻ. ഇത് കേട്ടപ്പോൾ ഇസാക്ക് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ മനുഷ്യരെ തിരഞ്ഞെടുത്തു? അപ്പോൾ ഏലിയൻസ് പറഞ്ഞു ഞങ്ങൾ ഈ യൂണിവേഴ്സിന്റെ അങ്ങ് തൊട്ട് ഇങ്ങ് വരെ സഞ്ചരിച്ചു. ഒരു നാൾ ഞങ്ങൾ മനുഷ്യരെ കണ്ടെത്തി. നിങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തി. അതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി അതായത് ഈ ലോകത്തെ വേറെ ഒരു ജീവിക്കുമില്ലാത്ത ഒരു പ്രത്യേകത മനുഷ്യനുണ്ട്. ആത്മാവിന് ഒരു പ്രത്യേകതരം പ്രഭാവലയമുള്ള ജീവികളാണ് മനുഷ്യനെന്ന്. ഇപ്പോൾ ആ ഒരു ജീവികൾ ഇസാക്കിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡിവൈസ് എടുത്ത് ഇസാക്കിന്റെ തലയിൽ വെച്ചു
കാണിച്ചു കൊടുക്കുവാണ്. ആ ഒരു സമയത്ത് അവന്റെ മൈൻഡിലേക്ക് ഒരാളുടെ ചിത്രം വരുവാണ്. അത് മറ്റാരുടേതുമായിരുന്നില്ല, യേശുക്രിസ്തു അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ഈസാ നബി ആയിരുന്നു അത്. ഇതാരാണെന്ന് ഏലിയൻസ് ഇസാക്കിനോട് ചോദിക്കുന്ന സമയത്ത് ഇസാക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ്. ഇപ്പോ ആ ഒരു ഏലിയൻസ് പറയുവാണ്, ഇദ്ദേഹത്തിന് ഈ യൂണിവേഴ്സിന്റെ ഒറിജിനുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. നിങ്ങൾ മനുഷ്യരുടെ ആത്മാക്കളിൽ ഇദ്ദേഹത്തിന്റെ ആത്മാവാണ് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളത്. ഇനി ഞങ്ങളുടെ പരീക്ഷണം നടക്കാൻ പോകുന്നത് ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും. ഇതെല്ലാം കേട്ടതിന് ശേഷം സാറ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഞങ്ങളുടെ കൈക്ക് വേദന എടുക്കുന്നത്? ഇപ്പോൾ ഏലിയൻസ് എന്നെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഡിവൈസ് ഉപയോഗിച്ച് അവരുടെ കൈ രണ്ടായിട്ട് മാറ്റുവാണ്. അതിലൂടെ അവർ ട്രാക്കിംഗ് ഡിവൈസ് എടുക്കുവാണ്. ഇതേ സമയം ഇവരുടെ അവസാനത്തെ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് ഏജന്റ് ജോർദാൻ എത്തിയിട്ടുണ്ട്. കൂടെയാണെങ്കിൽ അയാളുടെ ആളുകളും. ഇപ്പോൾ ഏജന്റ് ജോർദാൻ പറയുവാണ്, കാൾ എനിക്കറിയാം നീ ഇവിടെ ഉണ്ടെന്ന്, നീ ഉടനെ പുറത്തേക്ക് പോവാ, കൂടെ സാറയും ഇസാക്കിനെ കൂടെ കൊണ്ടുപോവാ എന്ന് പറയുവാണ്. ഇതേ സമയം ജനാർദ്ദന്റെ ആളുകളാണെങ്കിൽ തോക്കും പിടിച്ച് തയ്യാറായി നിൽക്കുവാണ്. അപ്പോഴാണ് കാൾ തോക്കുമായി പുറത്തേക്ക് വരുന്നത്. കാളാണെങ്കിൽ ജനാർദ്ദനെ കണ്ടപാടെ പറയുവാണ് വേഗം തന്നെ തിരിച്ചു പോകാൻ. ഇതും പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന കാളിനെ ജനാർദ്ദന്റെ ആളുകൾ വെടിവെച്ചിടുവാണ്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വന്ന സാറയും ഇവർ വെടിവെച്ചിടുവാണ്. ഇതെല്ലാം ഇസാക്ക് അകത്തിരുന്നുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷേ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഏലിയൻസ് ആ ഒരു ട്രാക്കിംഗ് ഡിവൈസ് അവന്റെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ജനാർദ്ദന് വീടിന് പുറത്തു നിന്നിട്ട് പറയുവാണ് ഇസാക്ക് വേഗം തന്നെ പുറത്തേക്ക് വരാൻ. ആ ഒരു സമയം കൊണ്ട് തന്നെ ഏലിയൻസ് ആണെങ്കിൽ ഇസാക്കിന്റെ കയ്യിൽ നിന്നും ആ ഒരു ട്രാക്കിംഗ് ഡിവൈസ് എടുത്തു കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ഏലിയൻസ് ഇസാക്കിന്റെ കണ്ണി നോക്കിയിട്ട് പറയാണ്, ഇസാക്ക് ചിന്തിക്കുക, നിന്റെ സെൻസുകളെ ഉപയോഗിക്കുക. ഇതും പറഞ്ഞുകൊണ്ട് അവരെന്നെങ്കിൽ അവിടെ നിന്നും പതിയെ അപ്രത്യക്ഷമാവുകയാണ്. കാരണം അത്രയും അഡ്വാൻസ് ആയിരുന്നു അവർ. ഇതേസമയം ദേഷ്യം വന്നിട്ട് ഏജന്റ് ജോർദാൻ എന്നെങ്കിൽ അയാളുടെ ആളുകളോട് ആ വീട് വെടിവെച്ച് തകർക്കാൻ പറയുവാണ്. ഇസാക്ക് ഇപ്പോൾ അവന്റെ സെൻസുകളെ ഉപയോഗിക്കുകയാണ്, അവന്റെ മറ്റൊരു കഴിവിനെ ഉപയോഗിക്കുകയാണ്. അതുവഴി അവനാണെങ്കിൽ ആ ഒരു വെടിയുണ്ടേക്കാളും വേഗത്തിൽ ചിന്തിക്കുകയാണ്. ഇപ്പോൾ അവന്റെ കഴിവിനെ ഉപയോഗിച്ച് ആ ഒരു വീടിനെ മറ്റൊരു രീതിയിലോട്ട് മാറ്റുവാണ്. ജോർദാന്റെ ആ ഒരു വെടിയുണ്ടകൾ വന്ന് ആ ഒരു വീട്ടിലേക്ക് പതിക്കുന്നുണ്ട്. പക്ഷേ ഇസാക്കിനെ കാണിക്കുന്ന സമയത്ത് ആ ഒരു വെടിയുണ്ട കാണിക്കുന്നില്ല. കാരണം ജോർദാൻ വെക്കുന്ന വെടി എന്ന് പറയുന്നത് ഇസാക്കിന്റെ ആ ഒരു മായ വലയത്തിലേക്കായിരുന്നു. ഇപ്പോൾ അവിടെ മരിച്ചു കിടന്ന് കാളിന്റെയും സാറയുടെയും അടുത്തേക്ക് ആ ഒരു ഏലിയൻസ് വരുവാണ്. അവർ മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന കാളിന്റെയും സാറയും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാണ്. പിന്നീട് ജനാർദ്ദന്റെ അടുത്തൂടെ തന്നെ ഇസാക്കും സാറയും സെഡും കോളും ഇവരെല്ലാവരും കൂടെ നടന്നു പോവുകയാണ്. ഇപ്പോൾ ഏജന്റ് ജോർദാന് എന്തോ ഫീൽ ആവുകയാണ്, തന്റെ അടുത്തൂടെ ആരോ നടന്നു പോകുന്നുണ്ടെന്ന്. പക്ഷേ അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതാരാണ്. പിന്നീട് ജനാർദ്ദന് പതിയെ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് മരങ്ങൾക്ക് മുകളിലായിട്ട് ഏലിയൻസിന്റെ ആ ഒരു സ്പേസ്ഷിപ്പ് കാണുവാണ്. സെക്കൻഡുകൾ കൊണ്ട് തന്നെ അത് അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഇപ്പോൾ ജനാർദ്ദന് മനസ്സിലാവുന്നില്ല ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന്. പല അറിവുകളും അവന് വിരൽത്തുമ്പിൽ വെച്ചാണ് അവന് നഷ്ടമായത്. അറിവ് നേടണമെന്നുള്ളത് മനുഷ്യന് പണ്ട് തൊട്ടേ ഉണ്ട് എന്നും കരുതി അതിന് പുറകെ വെറി പിടിച്ചു പോയാൽ നമുക്കൊന്നും അറിയാൻ കഴിയത്തില്ല. അതാണിപ്പോൾ ജനാർദ്ദന് സംഭവിച്ചത്. അവൻ അറിയണമായിരുന്നു ഈ ലോകത്ത് നമ്മൾ തനിച്ചാണോ എന്ന്. അതറിയാൻ വേണ്ടി അതിന്റെ പുറകെ തന്നെ വെറി പിടിച്ചു പോയത് കൊണ്ടാണ് അവനതൊന്നും അറിയാൻ പറ്റാതെയായത്. ഇപ്പോൾ 6 മാസങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ് ഇസാക്കും സാറയും അവരുടേതായിട്ടുള്ള ലൈഫ് ജീവിക്കുകയാണ്. സെഡും കാളും ചേർന്ന് ഏലിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സമയം ഏജന്റ് ജോർദാൻ എന്നെങ്കിൽ അവന്റെ ജോലി പോയിട്ടുണ്ട്. കാരണം അവൻ ചെയ്തു കൂട്ടിയതെന്ന് പറയുന്നത് നിയമത്തിന് എതിരായിരുന്നു, അല്ലെങ്കിൽ ഇല്ലീഗലായിരുന്നു. ഇതോടുകൂടി കഥയുടെ തീരുവാണ് കേട്ടോ. നിങ്ങൾക്ക് എന്റെ കഥ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ തന്നെ മറ്റൊരു അടിപൊളി കഥ വരും.